ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു നന്മമരം കൂടി കടപുഴകി വീണിരിക്കുകയാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കുന്ന വേദികളിലൊക്കെ ഓഡിയൻസിന്റെ ഇടയിലിരിക്കുന്ന ആളുകൾ കരയുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോകളുടെ അടിയിലൊക്കെ ഒരുപാട് പേര് നല്ല കമന്റുകൾ അവർക്ക് ഉപകാരപ്പെട്ടതിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലെ നന്മയെക്കുറിച്ച്, അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരുപാട് കമന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എന്തായാലും അദ്ദേഹം ഒരു പീഡന കേസിൽ അറസ്റ്റിലായി. അതിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അയാളുടെ മകളെക്കാട്ടിലും പ്രായം കുറഞ്ഞ, മാനസിക വെല്ലുവിളി നേരിടുന്ന, അയാളെ വിശ്വസിച്ച ഒരു മാതാപിതാക്കളെ ഏൽപ്പിച്ച ഒരു കുഞ്ഞിനെയാണ് അയാൾ പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ വാർത്ത കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അത്രയും ആളുകളുടെ മുന്നിൽ അത്രയും ഇമേജ് ഉള്ള, അല്ലെങ്കിൽ എല്ലാവരും നന്മയോടുകൂടെ കാണുന്ന, എത്ര നല്ല മനുഷ്യന്ന് കരുതുന്ന ഒരാളുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. പലരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ സത്യത്തിൽ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഈ കുട്ടിയെ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടിയെ ഇദ്ദേഹം പറഞ്ഞു നന്നാക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഴിവ് കൊണ്ട് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്ത് നന്നാക്കും എന്ന് വിശ്വസിച്ചിട്ട് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത, അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു, അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ, അദ്ദേഹം സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരാളെ വിശ്വസിച്ച് കൊണ്ടുപോയി ഏൽപ്പിച്ചു. അത് പോട്ടെ, ഒരു വ്യക്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, മകൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല, അദ്ദേഹത്തിന്റെ അമ്മ കൂടെ ഉണ്ടെന്ന് പറയുന്നു. അവര് ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരി എന്തോ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്ന് പറയപ്പെടാവുന്ന ഒരു പുരുഷന്റെ കൂടെ 16 വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയെ അവരുടെ മാതാപിതാക്കൾ ഏൽപ്പിച്ചു പോയി എന്നുള്ളത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ എപ്പോഴും നമ്മളെ ചുറ്റിലുള്ള ആളുകളെ കുറച്ചൊക്കെ സംശയത്തോടെ കൂടെ നോക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് സംശയരോഗമാണ്, അല്ലെങ്കിൽ ആരെയും വിശ്വാസമില്ലായ്മയാണ്, അതൊരു നല്ല ക്വാളിറ്റി അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എപ്പോഴും നമ്മളെ ചുറ്റുമുള്ള ആളുകളെ കുറച്ചെങ്കിലും സംശയത്തോടു കൂടെ നോക്കണം. കാരണം നമ്മൾ പുറമേക്ക് കാണുന്ന ഒരു മുഖമായിരിക്കില്ല ആ മുഖം മൂടിക്ക് പുറകിലുള്ളത് എന്ന് വിശ്വസിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഈ കാലത്ത് നമ്മളെ മാതാപിതാക്കളെ പോലും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും അച്ഛനെ വിശ്വസിക്കരുത്, അച്ഛനെയും അമ്മാവനെയും അല്ലെങ്കിൽ കുടുംബക്കാരെയും വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത് എന്നൊക്കെ പറയും. സത്യത്തിൽ നമ്മൾ അമ്മയെ പോലും മാതാവിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലാണെന്ന് പറയാം. നമുക്കറിയാം, വാളയാറിൽ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാമെന്ന് പോലും അറിയാനുള്ള പ്രായമില്ലാത്ത ചെറിയ 2 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്, തൂങ്ങി മരിച്ചു. ഇപ്പൊ എന്റെ ഈ പ്രായത്തിൽ പോലും ഒരു തൂങ്ങി മരിക്കാൻ വേണ്ടി കയറെങ്ങനെ കെട്ടാമെന്ന് പോലും സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് അറിയോ ഇല്ല. ഈ ചെറിയ കുട്ടികൾ ആ കയറ് കെട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട് വെച്ചാല് ആ കുട്ടികൾ എന്തുമാത്രം വിഷമ ആ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും നെഞ്ചു പൊട്ടും. നമ്മൾ ആ കുട്ടികളുടെ അമ്മയെ, വാളയാർ പെൺകുട്ടികളുടെ അമ്മയെ വളരെ സങ്കടത്തോടുകൂടെ കണ്ണീരോടുകൂടെ നെഞ്ചിലേറ്റിയ ആളുകളാണ്. എന്ന് വെച്ചാൽ അവര് ആ തല മൊട്ടയടിച്ച് പ്രതിഷേധിച്ച് ഇലക്ഷന് മത്സരിച്ച് ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു പോയതോർത്ത് കരയുന്ന ഒരു സ്ത്രീ എന്നുള്ളതിൽ ആ സ്ത്രീയെ കുറിച്ച് നമ്മൾ എത്രയോ കരുണയോടുകൂടെ സങ്കടത്തോടുകൂടെ ചിന്തിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ പിന്നീട് ആ കേസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയപ്പോൾ പ്രതിയായത് ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ കുട്ടികളെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തത് ഈ അമ്മയായിരുന്നു. ഈ അമ്മയുടെ കൺമുന്നിൽ വെച്ചിട്ടായിരുന്നു ആ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടത്. ആ അമ്മയ്ക്ക് അതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പിന്നീട് അന്വേഷിച്ച സംഘം പറയുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ അമ്മയെ പോലും അച്ഛനെ പോലും, ഇപ്പൊ കുറച്ചു ദിവസം മുന്നെയാണ് ഒരു 6 വയസ്സുള്ള മകളെ കൊന്നിട്ട് ഒരു അച്ഛൻ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആ കുട്ടി 1 വർഷത്തോളായിട്ട് ശാരീരിക പീഡനം അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ആ മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പോലും, 1 മണിക്കൂർ എന്തോ മുൻപ് പോലും ആ കുട്ടി ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ അച്ഛനാണോ ചെയ്തത് നമുക്ക് തെളിവൊന്നുമില്ല, തെളിവുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് സത്യത്തിൽ അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്ത് ജീവിക്കുമ്പോൾ എന്തിനാണ് യാതൊരു പരിചയവും ഇല്ലാത്തൊരു പുരുഷനെ ഇവർ വിശ്വസിച്ചതെന്ന് ഓർത്തിട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഫിലിപ്പ് മമ്പാട് എന്നുള്ള വ്യക്തി എന്ത് തെണ്ടിത്തരം ചെയ്തു അതൊന്നുമല്ല ഞെട്ടിച്ചത്. ആളുകൾ അങ്ങനത്തെ ഒക്കെ പലതും ചെയ്യും, അവർക്ക് ആരുമില്ല, ആര് എന്നുള്ള ഒന്നുമില്ല. മാനസിക വൈകല്യമുള്ള പുരുഷന്മാർ അങ്ങനെ പലതും ചെയ്തു എന്ന് വരും. പക്ഷേ ഈ വ്യക്തിയെ വിശ്വസിച്ച് ഈ മാതാപിതാക്കളെ ഓർത്തിട്ട് നമ്മളത് പറയാൻ പാടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇനി അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി, അവരുടെ അമ്മയും അച്ഛനെയും എതിരെ നമ്മൾ അങ്ങനെ പറയാൻ പാടോ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണ് അവര് ഈ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ കുട്ടിയെ ഇയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതെന്ന് ഓർത്ത് സത്യത്തിൽ ആ മാതാപിതാക്കളോടാണ് എനിക്ക് ദേഷ്യം തോന്നിയെന്നുള്ളതാണ്. എന്തായാലും ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ഒരുപാട് പേര്
ഫിലിപ്പ് മമ്പാടിന് വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം കരഞ്ഞു, രണ്ടാമത്തെ ദിവസം കരഞ്ഞു, മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും രണ്ട് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് തോന്നുന്നത്. എന്നാലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന വീഡിയോന്റെ അടിയിലൊക്കെ ഒരുപാട് പേര് ഈ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കുടുക്കിയതാണ്, അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ് എന്നൊക്കെ ഉള്ള പറയുന്നതൊക്കെ വായിച്ചത്. അതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ വിശ്വസിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും എല്ലാ മനുഷ്യരുടെ ഒരു നല്ല മുഖത്തിന് പുറകിലും ഒരു ചീത്ത മുഖം കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാം. നമ്മൾ കാണുന്നതോ പുറമേക്ക് കാണുന്നതോ ഒരിക്കലും ആയിരിക്കില്ല അയാളുടെ യഥാർത്ഥ രൂപം എന്നുള്ളതാണ് ഇപ്പൊ ഈ ഫിലിപ്പ് മമ്പാടിന്റെ കേസും തെളിയിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് നെഗറ്റീവ് വീഡിയോ ചെയ്ത ആളുകളുടെ ഇപ്പോ സീക്രട്ട് ഏജന്റിനെ പോലെയുള്ള ആളുകളുടെ അടിയിലൊക്കെ അദ്ദേഹം ഈ സീക്രട്ട് ഏജന്റ് നേരത്തെ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് കേട്ടിട്ടുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ അടിയിലൊക്കെ കമന്റ് കണ്ടു. നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നത്, നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നില്ലേ, കേസ് വന്നപ്പോൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് നേരത്തെ പറഞ്ഞല്ലോ അച്ചായനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും എന്താ ചെയ്ത, അയ്യോ അച്ചായൻ എന്തൊരു നല്ല മനുഷ്യനാണ്, അച്ചായനെ കുറിച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. ഇവരൊക്കെ ഈ കേസ് പെട്ടിട്ട് ഈ പീഡന കേസിലൊക്കെ അകത്തു പോകുമ്പോൾ മാത്രമേ നിങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് അങ്ങനെ അന്ധമായിട്ട് ഒരാൾ ആരാധിക്കും വിശ്വസിക്കുകയും ചെയ്യുന്നത്? എല്ലാ മനുഷ്യന്മാരുടെ പുറകിലും മോശം വശം ഉണ്ടായിരിക്കും, നല്ല വശം ഉണ്ടായിരിക്കും. ഈ സിനിമയിലൊന്നും കാണുന്നത് പോലെ എല്ലാ മനുഷ്യന്മാരിലും കുറെ ആളുകൾ ഫുള്ള് നല്ല മനുഷ്യന്മാര്, കുറെ ആളുകൾ ഫുള്ള് ചീത്ത മനുഷ്യന്മാര്, അങ്ങനെയൊന്നും ഇല്ല. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും മോശം മനുഷ്യനുണ്ട്, നല്ല മനുഷ്യനുണ്ട്. ചില കാര്യങ്ങളിൽ അവർ നല്ലത് ചെയ്യുന്നു, ചില കാര്യങ്ങളിൽ അവർ മോശം കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നമ്മൾ എപ്പോഴും നമ്മളെ ചുറ്റുമുള്ള എല്ലാ ആളുകളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുട്ടികളൊന്നും നമ്മൾ എത്ര നമ്മൾ നോക്കിയാലും സുരക്ഷിതരല്ല. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ വീടിനുള്ളിൽ തന്നെ അവർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ എപ്പോഴും സംശയത്തോടു കൂടെ നോക്കുക എന്നുള്ളതാണ്. നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിർത്തുക. ഒരിക്കലും ഇങ്ങനെ ഒരു അന്യപുരുഷന്റെ വീട്ടിൽ നിർത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആ കുട്ടിക്ക് ഇനി അങ്ങനെ ഒരു കൗൺസിലിംഗ് വേണമെന്ന് വെച്ചാൽ ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരെടുത്ത് കൊണ്ടായിട്ട് കൗൺസിലിംഗ് ചെയ്യാലോ. എന്തിനാണ് ഈ വെറുതെ സ്റ്റേജിൽ വന്നിട്ട് വെറും ഷോ കാണിച്ചുകൊണ്ട് ഒരു സ്പീക്ക് ചെയ്യുന്ന ആളെടുത്ത് ഇവര് ആളെ നന്നാക്കാൻ വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുട്ടിയെ നന്നാക്കാൻ വിടുന്നു, ഏതോ ഒരാളെടുത്ത് വിടുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്തായാലും വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്തയായിരുന്നു. ഈ പറയുന്ന വ്യക്തി ഈ കുട്ടിയെ വീട്ടിൽ താമസിക്കുന്നു, പിന്നീട് ഏതോ ഒരു പ്രഭാഷണത്തിൽ എവിടെയോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഈ കുട്ടിയെ കാഞ്ഞങ്ങാട് ഏതോ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരും ഇത് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആയിട്ട് കുറെ വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് മോളെ കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് മിസ്യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള വോയിസുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആളുകൾ അത് വിശ്വസിക്കുന്നില്ല. അയ്യോ അയാൾ എന്തൊരു നല്ല മനുഷ്യനാണ്, അയാളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, അയാള് ഡ്രഗ് മാഫിയയുടെ വലയിൽപ്പെട്ടതാണ്, ഡ്രഗ് മാഫിയ അദ്ദേഹത്തിനെ കുടുക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ കേസിൽ ഈ വിവരം വീട്ടുകാർ അറിഞ്ഞു. ഇപ്പൊ ഇതിനെ കുറിച്ച് വരുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഈ കുട്ടിയെ ഈ കുട്ടി പിന്നീട് ഈ കുട്ടിയുടെ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. വീട്ടിൽ പോയ സമയത്ത് വീട്ടിലെ ഒന്നോ രണ്ടോ വ്യക്തികളോട് ഈ കുട്ടി ഈ സംഭവം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അവരാരും ഈ കുട്ടിയെ മുഖവിലയ്ക്ക് എടുത്തില്ല. കാരണം ഈ കുട്ടിക്ക് ബുദ്ധിക്കുറവുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഈ കുട്ടി പറയുന്നത് ശരിയായിരിക്കില്ല എന്ന് അവര് വിശ്വസിച്ചു അത്ര. ആ കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞു, അവര് പോലും ഈ കുട്ടിയെ വിശ്വസിച്ചില്ല, സംശയിച്ചു. അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി ഉള്ള കുട്ടിയല്ലേ, വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചു. അല്ലെങ്കിൽ സാർ അങ്ങനെ ചെയ്യില്ല, സാർ എത്ര നല്ല മനുഷ്യനാണെന്ന് വിശ്വസിച്ചു അത്ര. പിന്നീട് ഈ വ്യക്തിക്ക്, ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിക്ക് സംശയം തോന്നി, ഈ കുട്ടി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവോ സംശയം തോന്നി. അപ്പൊ ഈ വ്യക്തി പോയിട്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയോടും പറഞ്ഞു അത്രേ, എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റി, നിങ്ങൾ ക്ഷമിക്കണം പറഞ്ഞു. അപ്പോഴാണ് അവരത് വിശ്വസിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു പോലും അപ്പോഴാണ് അത്ര. എത്ര ഒരു വിഷമുള്ള കാര്യമാണ് എന്ന് വെച്ചാല്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ കുട്ടിയുടെ വിഷമം മനസ്സിലാക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ വ്യക്തി നിരന്തരം ഈ കുട്ടിയുടെ അച്ഛന്റെ പുറകെ നടത്ത്, നിങ്ങൾ കേസ് കൊടുക്കരുത്, നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞ് കാല് പിടിച്ചുകൊണ്ടേയിരുന്നു അത്ര. ആരോടെങ്കിലും പറഞ്ഞ് ആത്മഹത്യ ചെയ്യും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത്ര. എന്നിട്ട് ഈ അച്ഛനും അമ്മ ഈ കുട്ടിയെ അടച്ചിട്ടു എന്നാണ് പറയുന്നത്. വീട്ടിൽ അടച്ചിട്ടു, ആരോടും പറയാതിരിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും അടച്ചിട്ടു എന്ന് പറയുന്നു. ഇത് അറിയില്ല എനിക്ക്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട വാർത്ത മാത്രമാണ്. സോഷ്യൽ മീഡിയയെ നമ്മൾ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നറിയാം. എന്നാലും ഇത് സംഭവിച്ച കാര്യമായിരിക്കണം. കാരണം ഈ കുട്ടിയുടെ മാതാപിതാക്കള് ഒരു കേസിന് പോവാനോ ഒരു പരാതി കൊടുക്കാനോ തയ്യാറായില്ല. ഈ കുട്ടി പിന്നീട് സ്കൂളിൽ നടന്ന ഒരു കൗൺസിലിംഗിൽ ഈ ചൈൽഡ് വെൽഫെയർ പ്രവർത്തകരോടോ ആരോടോ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പീഡനം നേരിട്ടു എന്ന് പറഞ്ഞപ്പോ അവരാണ് ഇതൊരു കേസായിട്ട് കൊടുക്കുന്നതും ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിയുടെ അറസ്റ്റ് നടക്കുന്നതും. എത്ര സങ്കടമുള്ള കാര്യമാണെന്ന് ആലോചിച്ചു. ഒരു കുട്ടി, ആ കുട്ടിയുടെ മാതാപിതാക്കളെ കൊണ്ട് പോലും ആ കുട്ടി സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടി, എന്തോ ഒരു വിഷമുള്ള
കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. എന്തായാലും ഈ വ്യക്തി ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ അത്രയും വലിയ ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ഇദ്ദേഹം ഭാര്യയായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു. നമുക്കറിയാം പണ്ട് വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമില് ഇവർ രണ്ടുപേരും കൂടെ വന്നിരുന്നു. എന്നിട്ട് ഭയങ്കര പ്രണയമുള്ള ദമ്പതികളായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതിലും നല്ല ദമ്പതികളില്ല എന്നുള്ള ഭാവത്തിലൊക്കെ നമ്മൾ അതിൽ കണ്ടതാണ്. അദ്ദേഹം എഴുതിയ വലിയ പ്രണയലേഖനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് എഴുതിയ പ്രണയലേഖനങ്ങളൊക്കെ. അങ്ങനെ ഭയങ്കര ആഘോഷിക്കപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യ മുൻപ് സീരിയൽ ആക്ട്രസ് ആയിരുന്നു. അങ്ങനെ അവര് ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇവര് കുറച്ചായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഗാർഹിക പീഡനം നടന്നിരുന്നു, ഈ സ്ത്രീ ഉപദ്രവിക്കപ്പെട്ടിരുന്നു, ഈ സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പിന്നീട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഇന്നലെ ആ സ്ത്രീ രംഗത്ത് വന്നിട്ട് ഞങ്ങളെ കുടുംബത്തിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ ഞങ്ങളെ കുടുംബത്തിലുള്ളൂ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാമ്യത്തിന് വക്കീലിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സ്ത്രീ അമേരിക്കയിൽ എവിടെ താമസിക്കുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്ന് പറയുന്നു. ഭർത്താവ് പോയിട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. എന്താണ് സത്യം എന്നൊന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിന്റെ പേര് നിലനിർത്താൻ, ഇനി ഭർത്താവ് മോശക്കാരനാണെങ്കിലും ആരും അറിയണ്ട, എന്റെ കുടുംബത്തിനല്ലേ മോശം, എന്റെ മക്കൾക്കല്ലേ മോശം എന്നൊക്കെ അങ്ങനെ കരുതിയിട്ടാണോ ഈ സ്ത്രീ വന്നതെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, അതിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വശം ആ ഭാര്യയ്ക്ക് അറിയൂ വെച്ചാല് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തൊക്കെ രംഗത്ത് വരുന്നത് എന്ത് ഭർത്താവാണെന്ന് പറഞ്ഞാലും, എത്ര നല്ല ഭർത്താവാണ്, എന്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെച്ചാല് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരരുത് എന്നേ പറയാനുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മകൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളെ വിവാഹം കഴിച്ചു. പിന്നീട് ആ വ്യക്തി, വിവാഹം കഴിച്ച വ്യക്തി ഒരു മയക്കുമരുന്ന് കേസിൽ ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച അദ്ദേഹത്തിന് ആ പയ്യനെ അകത്താക്കി എന്ന് പറയുന്നു. അറിയില്ല. എന്തായാലും നല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൂടിയാണ് രംഗത്ത് വന്നിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും വീണ്ടും ഈ ഫിലിപ്പ് മമ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല, അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ തെളിയട്ടെ. അദ്ദേഹം പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ എന്തായാലും ഒരു ചെറിയ കേസ്, വെറുതെ ഒരു ഫേക്ക് കേസ് വന്നു കഴിഞ്ഞാലൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. അവർ ഈ പരാതി കിട്ടി എത്രയോ അന്വേഷിച്ച ശേഷമായിരിക്കും തീർച്ചയായിട്ടും ഈ അറസ്റ്റ് നടന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഏറ്റവും ഒരു ക്രിമിനൽ മൈൻഡോട് കൂടിയാണ് അയാളത് ചെയ്തിട്ടുണ്ടാവുക. ഇത്രയും ചെറിയൊരു കുട്ടി, അയാൾക്ക് 19 വയസ്സുണ്ട്, ഇത്രയും ഒരു 16 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ ഇത്രയും ഒരു മോശം കണ്ണോടുകൂടെ കണ്ട, ഇത്രയും മോശമായിട്ട് ഉപയോഗിച്ച അയാളത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അയാൾ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കുന്ന മനുഷ്യൻ തന്നെയാണ്. നമ്മളുടെ ഒരു നീതിപീഠം അത്രയും വിശ്വസിക്കാവുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിനിപ്പോ തെളിവുകൾ ഉണ്ടാക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ലോഡ്ജിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്ന് പറയുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും, രജിസ്റ്റർ ഉണ്ടായിരിക്കും. അല്ലെങ്കിലും ഈ 16 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും അയാൾ എന്തിനാണ് ഈ ലോഡ്ജിൽ പോയത്? ഇനിയിപ്പോ ഈ മാതാപിതാക്കൾ പറയാണ് സാറ് വീട്ടിൽ കൊണ്ടുപോയി അവളെ നന്നാക്കെന്ന് പറഞ്ഞാല്, ഇയാളൊരു നല്ല മനുഷ്യനാണെങ്കിൽ പറഞ്ഞു കൊടുക്കണമായിരുന്നു, ചെറിയ പെൺകുട്ടിയാണ്, എന്റെ വീട്ടിൽ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല എന്ന് പറയണമായിരുന്നു. അതിന് പകരം അയ്യോ കുഞ്ഞിനങ്ങ് തന്നേക്ക് ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിയല്ല. അയാൾക്ക് ഈ സാമൂഹ്യ വ്യവസ്ഥിതി എന്താണോ, സമൂഹം എങ്ങനെ കാണും, ഒന്നും അറിയുന്ന കാര്യം അറിയായിക്കൊന്നുമില്ലല്ലോ. അത്രയും ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള മനുഷ്യനാണല്ലോ. ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ സമൂഹത്തിന് ഈ ന്യൂ ജനറേഷനോട് കുറച്ചൊരു 80 കിഡ്സിനൊക്കെ, ഒരു ന്യൂ ജനറേഷനോട്, ഇപ്പോഴെ ചെറിയ കുട്ടികളോട് പിന്നെ ഒരു ഇതുണ്ട്. അവര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, അവര് പറഞ്ഞാൽ കേൾക്കാവുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നുള്ള. അപ്പോൾ ഈ 80 കിഡ്സിന്റെ ഒരു ആശയത്തിനോട് ചേർന്ന് സംസാരിക്കുന്ന ആളുകളെ പ്രത്യേക ഇഷ്ടമാണ്. കാരണം അവര് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, മക്കളെ വളർത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പൊ അതെന്തോ വലിയ കാര്യമാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ എന്താ പറയാ തന്ത വൈബിളാന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. നല്ല കാര്യം തന്നെയാണ്, പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ അതിന്റെ മറവിൽ ഇമാതിരി തോന്നിയാസം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് ഓർക്കുമ്പോഴാണ് ഇങ്ങനെ തന്ത വൈബ് എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ അത്തരം ആളുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് മുതലെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെക്കാട്ടിലും കഴിയുന്ന ആരും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മളുടെ ജീവിതാനുഭവം, നമ്മൾക്ക് എന്താ വേണ്ടത്, നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ എന്താണ്, അതെങ്ങനെ ഹീൽ ചെയ്യാം എന്നൊക്കെ അറിയുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്നിട്ടല്ല അത് അറിയേണ്ടത്. ചിലപ്പോൾ നമ്മൾ അത്രയും മാനസിക പക്വത ഇല്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത്ര മനസ്സുറപ്പില്ലായിരിക്കാം. അപ്പൊ നമുക്ക് വേറുള്ളവരുടെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാന്ന് മാത്രമേ ഉള്ളൂ. അവരെ അന്ധമായിട്ട് വിശ്വസിക്കാനും അനുകരിക്കാനും നിൽക്കരുത്. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. നമ്മളിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് ഡോക്ടറെ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇതൊക്കെ പറയുന്നേക്കാട്ടിലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മളെ കൊണ്ട് അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കും. നമ്മളെ ജീവിതം ഏറ്റവും വലുത്
വലുതാണ്. നമുക്കൊരു സെൽഫ് റെസ്പെക്ട്, അല്ലെങ്കിൽ നമ്മളാണ് ഏറ്റവും നമ്മളെ മേലുള്ള ആള്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ മോട്ടിവേഷൻ കേട്ട്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹം വളരെ വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം കുടുംബത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികളുടെ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം പോലും അദ്ദേഹത്തിന് നന്നാക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വഴക്കാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ആ ഭാര്യയായിട്ടുള്ള ഒരു ബന്ധം പോലും നിലനിർത്താൻ സാധിച്ചില്ല. അദ്ദേഹം മയക്കുമരുന്നിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. പുകവലിക്കെതിരെ, അല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപയോഗത്തിനെതിരെ, ഡ്രഗ്സിന്റെ ഉപയോഗത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകള് പോയി വിവാഹം കഴിച്ചത് ഒരു ഡ്രഗ് മാഫിയയിൽ പെട്ട ആളും ഡ്രഗ് കേസ് പെട്ട ഒരാളെയും ആണ് എന്ന് ഓർക്കുമ്പോൾ ഇവർക്കൊക്കെ സ്വന്തം കുടുംബം പോലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വെച്ചാല് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് സമൂഹത്തിനെ ഈ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ സന്യാസിമാര്, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള, ഇപ്പൊ അടുത്ത് മുരാരി തന്ത്രിയൊക്കെ അറസ്റ്റിലായി അല്ലെ. അപ്പൊ അതുപോലെയുള്ള ആളുകളെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇവർക്കൊക്കെ എങ്ങനെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ കള്ള സന്യാസിമാർക്ക്, കുടുംബമില്ലാത്ത സന്യാസിമാർക്ക് എങ്ങനെയാണ് കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റും. അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. പക്ഷെ ഒരാള് വളരെ സമൂഹത്തിൽ നല്ല പേരുള്ള ഒരാള് പാന്റും ഷർട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ട് നമ്മളോട് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണത് വിശ്വസിക്കുന്നത്? അയാളും ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അയാൾ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് അയാളൊരു തെറ്റ് ചെയ്യുമ്പോൾ പോലും അയാൾ അങ്ങനെ ചെയ്യില്ല, അയാൾ എന്തൊരു നല്ല മനുഷ്യനാണെന്ന് പറയുന്ന ആ ഒരു കാര്യം, അതൊരു ശരിയായ കാര്യമേ അല്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്കാണ് ഏറ്റവും കൂടുതൽ സാധിക്കുക. അത്രയും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും മാനസിക പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു സൈക്കാട്രിക് പ്രശ്നങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ആശ്രയിക്കാമെന്ന് പറയാം. പക്ഷെ നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക ആ വ്യക്തിക്ക് തന്നെയാണ്. അതിലും വലിയൊരു മോട്ടിവേറ്റ് ഇല്ല. നമ്മുടെ മനസ്സാണത്. നമ്മളെ പ്രശ്നങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നതാണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ പോവുക എന്നല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ ആശ്രയിച്ചോളൂ. പക്ഷെ അവരെ ഒന്നും അന്ധമായിട്ട് ആശ്രയിച്ച് അവരെല്ലാം ശരിയാക്കി തരുന്ന എന്തോ ദൈവമാണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക. ഇത്തരം ആളുകളെ വിശ്വസിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ വേറൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാതിരിക്കുക. എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഒരാളെ പോയിട്ട് വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഞെട്ടലുണ്ടാവുകയാണ്. ഒരിക്കലും ചെയ്യരുത്. നമ്മളെ കുഞ്ഞുങ്ങള് നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ വേറൊരാള് പോലും നോക്കില്ല എന്ന് വിശ്വസിക്കുക. നമ്മൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിനപ്പുറം ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ എല്ലാവരും അദ്ദേഹം ചെയ്തിട്ടില്ല, അത്ര നല്ല മനുഷ്യനാണെന്ന് അന്ധമായിട്ട് പറയുമ്പോൾ അന്ധമായിട്ട് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റുന്നില്ല. ഈ പറയുന്ന കേസിന്റെ പല ഭാഗങ്ങളും നോക്കുമ്പോൾ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഉള്ളതാണ്. എന്തായാലും നമ്മുടെ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ട്, നീതിപീഠമുണ്ട്. ഇത് തെളിയിക്കപ്പെടുന്നത് തന്നെയാണ്. എന്തായാലും തെളിയിക്കപ്പെടും. അതുവരെ ഈ അന്ധമായിട്ടുള്ള സപ്പോർട്ട് നിർത്തുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നേ പറയാം. എല്ലാവർക്കും നന്ദി.